അതായത് ഞങ്ങളെ സമസ്തനെ സംബന്ധിച്ചിടത്തോളം, സമസ്ത ഞങ്ങളെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, അതായത് MLA-മാരും പിന്നെ MP-മാരെന്ന് മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിയൊന്നും ഞങ്ങൾക്കില്ല. അതതിനെ പറ്റി പറയാനുള്ളൂ. അല്ല, അത് സമസ്തൻ്റെ പ്രസ്താവനയില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിലുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ച് നടക്കുന്ന പണിയല്ലല്ലോ നമ്മൾക്ക്. അല്ല, അതിപ്പോൾ അതിൻ്റെ മൂപ്പരോട് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പാണ്, നമ്മളോടല്ല ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി അത്ര പറയണം. എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം? അതങ്ങനെ പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമ്മൾ മറുപടി, ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞില്ലേ. അല്ലാതെ അവരോട് ചോദിക്കണത് എങ്ങനെ മൂപ്പർ ഏത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പം ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അതിനുള്ള ഇത് പറഞ്ഞില്ലേ. സമസ്തനോടിൻ്റെ നയം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇസ്ലാമിന് അല്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, നമ്മളോടല്ല. നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മുഷാവറ സമ്മേളനം നടത്തിയതിന് ശേഷമുള്ള മുഷാവറയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പത്രക്കാരോട് പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്. അത് ചർച്ച ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് അല്ല, അവർക്കുള്ള സംശയം അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. പല സമയത്തും മുഷാവറ യോഗങ്ങളിലും പത്രങ്ങളെ കാണുമ്പോഴേക്ക് പറയാറുണ്ട് പണ്ഡിത വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ഈ മുഷാവറ പണ്ഡിതരിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ ഗൗരവം. ചർച്ച ചെയ്യേണ്ടതല്ലേ? സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ. നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവണ എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റും ഉണ്ടാവണ ആ ദോഷങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി. ഇത് അതൊന്നും ഞങ്ങൾ പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ. സമസ്ത അല്ല, അത് സമസ്തൻ്റെ നയമല്ല, ഇസ്ലാമിൻ്റെ നയം തന്നെ അതല്ലേ. അങ്ങനെ അതിപ്പോൾ അങ്ങനല്ല, അങ്ങനെ എല്ലാവരും പറയണത് അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പലർക്കും പലതും പറയാൻ ആരെങ്കിലും അല്ല പറഞ്ഞ ആളുണ്ടല്ലോ. അതങ്ങനെ സമസ്ത മറുപടി ഇപ്പം നിങ്ങളോട് നൽകിയല്ലോ, സമസ്ത നയം അതല്ല എന്നുള്ളത്. പിന്നെന്തിനെങ്ങനെ ചോദിക്കണം? മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സമസ്തൻ്റെ നയം അതല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? എന്താ നിങ്ങൾ അത് അതിൻ്റെ പശ്ചാത്തലം അയാളോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. വലിയ മുതിർന്ന അംഗമാണല്ലോ, അപ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കാമല്ലോ. വെറുതെ നമ്മളെന്തിനാ കുട്ടിയെ വെറുതെ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ? സമസ്ത അങ്ങനത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ നമ്മളെ ഇസ്ലാമിൻ്റെ നയം തന്നെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ആളുകളെ എല്ലാവരും തെറ്റുകൾ നോക്കി നടക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ച് റസൂലിനോട് ഒന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു. റസൂൽ പറഞ്ഞാൽ എന്താ, ഈ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, നീ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം. പിന്നെയും പറഞ്ഞു അല്ലേ വ്യഭിചരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഇങ്ങനെ ഉണ്ടായി നോക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്തമാനം, എന്നാൽ അവർ വർത്തമാനം പണ്ടുന്നത് പാടി വെക്കുക, എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പണിയല്ലാണ്. അതുകൊണ്ട് കഴിഞ്ഞല്ലോ അത്. അതൊന്നും ഞങ്ങളല്ലല്ലോ പറയേണ്ടത് നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പണ്ഡിതനാണ്, അപ്പം അയാൾക്കറിയില്ല. എങ്ങനെ? അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനുള്ള എല്ലാ തീരുമാനവും പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പം എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ.